ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശബ്ദങ്ങൾ റേഡിയോ സിഗ്നലുകളാക്കി മാറ്റാനും വീണ്ടും തിരിച്ചു മാറ്റാനും OFC ട്രെയിനർ കിറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പരിശോധിക്കാൻ പോകുന്നു. നമ്മുടെ വാക്കുകളെ വായുവിലൂടെ സഞ്ചരിക്കുന്ന അദൃശ്യ വേവുകളാക്കി മാറ്റുകയും പിന്നീട് അവയെ സൗണ്ട് ആക്കി മാറ്റുകയും ചെയ്യുന്നത് പോലെയാണിത്. നമുക്ക് വിഷയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് ഇതെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: ഫ്രീക്വൻസി മോഡുലേഷനും ഡീമോഡുലേഷനും വിശദീകരിക്കുക. വോയിസ് ലിങ്ക് വഴി OFC ട്രെയിനർ കിറ്റ് ഉപയോഗിച്ച് ഫ്രീക്വൻസി മോഡുലേഷനും ഡീമോഡുലേഷനും പ്രായോഗികമായി ആവിഷ്കരിക്കുക. മോഡുലേറ്റ് ചെയ്ത കാരിയർ വേവിൽ നിന്ന് യഥാർത്ഥ വിവരങ്ങൾ വഹിക്കുന്ന സിഗ്നൽ വേർതിരിച്ചെടുക്കുന്നതിനെയാണ് ഡീമോഡുലേഷൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്. മോഡുലേറ്റ് ചെയ്ത കാരിയർ വേവിൽ നിന്ന് ഇൻഫർമേഷൻ കണ്ടന്റ് വീണ്ടെടുക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഡീമോഡുലേറ്റർ. ഡീമോഡുലേഷന്റെ ആവശ്യം: മോഡുലേറ്റ് ചെയ്ത സിഗ്നലിൽ നിന്ന് യഥാർത്ഥ സിഗ്നൽ വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ് ഡീമോഡുലേഷൻ. ബാൻഡ് വിഡ്ത്ത് ആവശ്യകതകൾ കുറച്ചുകൊണ്ട് ദീർഘദൂരങ്ങളിലേക്ക് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് സിഗ്നലിന്റെ മോഡുലേഷൻ ചെയ്യുന്നത്. മൾട്ടിപ്ലക്സിംഗിലും ഇത് സഹായിക്കുന്നു. അതായത് ഒരു ചാനലിലൂടെ ഒന്നിലധികം സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാനാകും. ഇത് സ്പെക്ട്രത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗത്തിന് കാരണമാകുന്നു. മനുഷ്യന്റെ ചെവിയുടെ കേൾക്കാവുന്ന പരിധിക്ക് പുറത്തുള്ള റേഡിയോ ഫ്രീക്വൻസിയുടെ സഹായത്തോടെയാണ് മോഡുലേഷൻ ചെയ്യുന്നത്. ഒറിജിനൽ ഇൻഫർമേഷൻ വീണ്ടെടുക്കുന്നതിനും മനുഷ്യർക്ക് കേൾക്കാവുന്ന റേഞ്ചിൽ ആക്കുന്നതിനും ഡീമോഡുലേഷൻ ആവശ്യമാണ്. വ്യത്യസ്ത തരം ഡീമോഡുലേഷനുകൾ ഉണ്ട്. അവ: ആംപ്ലിറ്റ്യൂഡ് ഡീമോഡുലേഷൻ, ഫ്രീക്വൻസി ഡീമോഡുലേഷൻ, ഫേസ് ഡീമോഡുലേഷൻ. ഫ്രീക്വൻസി ഡീമോഡുലേഷൻ. ഫ്രീക്വൻസി ഡീമോഡുലേഷൻ FM ഡീമോഡുലേഷൻ എന്നും അറിയപ്പെടുന്നു. ഫ്രീക്വൻസിയിൽ മോഡുലേറ്റ് ചെയ്ത ഒരു കാരിയർ വേവിൽ നിന്ന് യഥാർത്ഥ ഇൻഫർമേഷൻ സിഗ്നൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണിത്. വിവിധ തരം ഫ്രീക്വൻസി ഡീമോഡുലേഷനുകൾ. അവ: സ്ലോപ്പ് ഡിറ്റക്ടർ, റേഷ്യോ ഡിറ്റക്ടർ, ഫേസ് ലോക്ക്ഡ് ലൂപ്പ് അല്ലെങ്കിൽ PLL. സ്ലോപ്പ് ഡിറ്റക്ടർ ഫ്രീക്വൻസി ഡീമോഡുലേഷനായി ഉപയോഗിക്കുന്ന ഒരു ലളിതമായ രീതിയാണ് സ്ലോപ്പ് ഡിറ്റക്ഷൻ. FM സിഗ്നലിലെ ഫ്രീക്വൻസി വ്യതിയാനം സിഗ്നലിന്റെ സ്ലോപ്പിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതയെ ഇത് ആശ്രയിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ: FM സിഗ്നൽ അതിന്റെ സ്ലോപ്പിലെ മാറ്റങ്ങൾ കണ്ടെത്തുന്ന ഒരു സർക്യൂട്ടിലൂടെ കടന്നുപോകുന്നു. ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി വ്യതിയാനത്തിന് ആനുപാതികമാണ്. അങ്ങനെ മോഡുലേറ്റിംഗ് സിഗ്നൽ വീണ്ടെടുക്കാൻ കഴിയും. റേഷ്യോ ഡിറ്റക്ടർ ഇൻപുട്ട് FM സിഗ്നലും ലോക്കൽ ഓസിലേറ്ററും തമ്മിലുള്ള ഫേസ് വ്യത്യാസം താരതമ്യം ചെയ്യുന്ന കൂടുതൽ സങ്കീർണമായ സാങ്കേതികതയാണ് റേഷ്യോ ഡിറ്റക്ഷൻ. ഓപ്പറേഷൻ: ഇൻപുട്ട് FM സിഗ്നൽ കാരിയർ ഫ്രീക്വൻസിയിൽ ഒരു ലോക്കൽ ഓസിലേറ്റർ സിഗ്നലുമായി കലർത്തിയിരിക്കുന്നു. ഈ സിഗ്നലുകൾ തമ്മിലുള്ള ഫേസ് വ്യത്യാസം പിന്നീട് താരതമ്യം ചെയ്യുന്നു. ഔട്ട്പുട്ട് ഫ്രീക്വൻസി വ്യതിയാനത്തിന് ആനുപാതികമാണ്. ഫേസ് ലോക്ക് ചെയ്ത ലൂപ്പ് അല്ലെങ്കിൽ PLL. FM സിഗ്നലുകൾക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന ഡീമോഡുലേഷൻ സാങ്കേതികതയാണ് ഫേസ് ലോക്ക്ഡ് ലൂപ്പ്. ഇത് കാരിയർ വേവിന്റെ ഫസിലേക്ക് പൂട്ടുകയും അതിന്റെ ഫ്രീക്വൻസി വ്യതിയാനങ്ങൾ ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ: ഇൻകമിംഗ് FM സിഗ്നൽ ഒരു വോൾട്ടേജ് നിയന്ത്രിത ഓസിലേറ്ററുമായോ VCO ഔട്ട്പുട്ടുമായോ താരതമ്യം ചെയ്യുന്നു. ഡീമോഡുലേഷന്റെ പ്രയോജനങ്ങൾ: ഒരു ചാനലിലൂടെ ഒന്നിലധികം സിഗ്നലുകൾ കടന്നുപോകാൻ അനുവദിക്കുന്നതിലൂടെ ബാൻഡ് വിഡ്ത്ത് കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. യഥാർത്ഥ സിഗ്നൽ വീണ്ടെടുക്കാൻ ഇത് സഹായിക്കുന്നു. അതിൽ നിന്ന് യഥാർത്ഥ ഇൻഫർമേഷൻ വീണ്ടെടുക്കാൻ അത്യാവശ്യമാണ്. ഇത് നോയ്സ് ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തുന്നു. ഇത് സിഗ്നലിന്റെ വിശ്വാസ്യത മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇതിന് AM, FM, PM സിഗ്നലുകൾ ഡീമോഡുലേറ്റ് ചെയ്യാൻ കഴിയും. ഇത് ഡീമോഡുലേഷന്റെ വൈവിധ്യവൽക്കരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. കൂടാതെ വിപുലമായ ആപ്ലിക്കേഷനുകളിൽ ഇത് ഉപയോഗിക്കാനും കഴിയും. ഡീമോഡുലേഷന്റെ ആപ്ലിക്കേഷനുകൾ: റഡാർ സിസ്റ്റം. റേഞ്ച്, ആംഗിൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് റഡാർ സിസ്റ്റത്തിൽ ഡീമോഡുലേഷൻ ടെക്നിക് ഉപയോഗിക്കുന്നു. നാവിഗേഷൻ, വെതർ മോണിറ്ററിംഗ്, ഡിഫൻസ് എന്നിവയിൽ ഇത് സഹായിക്കുന്നു. ടെലിവിഷൻ. ടെലിവിഷൻ പ്രോഗ്രാമുകൾ ശരിയായി പ്രദർശിപ്പിക്കാൻ സഹായിക്കുന്ന വീഡിയോ, ഓഡിയോ സിഗ്നലുകൾ വീണ്ടെടുക്കാൻ ഡീമോഡുലേഷൻ ടെക്നിക് ഉപയോഗിക്കുന്നു. റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട ഓഡിയോ സിഗ്നലുകൾ വേർതിരിച്ചെടുക്കാൻ ഡീമോഡുലേഷൻ ഉപയോഗിക്കുന്നു.
ഫ്രീക്വൻസി സ്പെക്ട്രയുടെ വിശാലമായ റേഞ്ചിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായി ഇതിന് AM, FM സിഗ്നലുകൾ വീണ്ടെടുക്കാനാകും. അടുത്തതായി വോയിസ് ലിങ്ക് വഴി OFC ട്രെയിനർ കിറ്റ് ഉപയോഗിച്ച് നമ്മൾ FM മോഡുലേഷനും ഡിമോഡുലേഷനും ചെയ്യും. ഇതിനായി നിങ്ങൾക്ക് ഇനി പറയുന്ന ടൂൾസും എക്യുപ്മെന്റുകളും ആവശ്യമാണ്. മെഡിക്കൽ ആന്തരിക അവയവങ്ങളുടെ ചിത്രം സൃഷ്ടിക്കാൻ ഡിമോഡുലേഷൻ ടെക്നിക് ഉപയോഗിക്കുന്നു. MRIയിലും അൾട്രാസൗണ്ടിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. അടുത്തതായി വോയിസ് ലിങ്ക് വഴി OFC ട്രെയിനർ കിറ്റ് ഉപയോഗിച്ച് നമ്മൾ FM മോഡുലേഷനും ഡിമോഡുലേഷനും ചെയ്യും. ഇതിനായി നിങ്ങൾക്ക് ഇനി പറയുന്ന ടൂൾസും എക്യുപ്മെന്റുകളും ആവശ്യമാണ്. ഓപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ OFC ട്രെയിനർ കിറ്റ് ഒരെണ്ണം, ഫൈബർ ഓപ്റ്റിക് കേബിൾ ഒരെണ്ണം, ബനാന പിന്നുകൾ ആവശ്യാനുസരണം, മൈക്ക് ഒരെണ്ണം. OFC ട്രെയിനർ കിറ്റ് വോയിസ് ലിങ്ക് ഉപയോഗിച്ച് FM മോഡുലേഷനും ഡിമോഡുലേഷനും നടത്തുന്നതിനുള്ള സ്റ്റെപ്പുകൾ നോക്കാം. പവർ സപ്ലൈ കണക്ഷൻ ശരിയായ പ്രവർത്തനം ഉറപ്പാക്കാൻ OFC ട്രെയിനർ കിറ്റിന്റെ പവർ കണക്ഷനുകൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഉപകരണത്തിന്റെ പവർ കോഡുകൾ അവയുടെ പവർ ഔട്ട്ലെറ്റിലേക്ക് പ്ലഗ് ഇൻ ചെയ്തുകൊണ്ട് ആരംഭിക്കുക. തുടരുന്നതിന് മുമ്പ് പവർ സ്വിച്ച് ഓൺ സ്ഥാനത്താണോ എന്ന് 2 തവണ പരിശോധിക്കുക. മൈക്രോഫോൺ കണക്ട് ചെയ്യുക. OFC ട്രെയിനർ കിറ്റിന്റെ ഓഡിയോ ഇൻപുട്ട് സർക്യൂട്ടിലേക്ക് മൈക്രോഫോൺ കണക്ട് ചെയ്യുക എന്നതാണ് ആദ്യപടി. ഓപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ നമ്മൾ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഓഡിയോ സിഗ്നൽ ഇൻപുട്ട് ചെയ്യാൻ ഇത് നമ്മളെ പ്രാപ്തരാക്കും. സിഗ്നൽ ലോസോ ഇന്ററപ്ഷനോ തടയുന്നതിന് കണക്ഷനുകൾ സുരക്ഷിതമായി നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഫ്രീക്വൻസി മോഡുലേറ്ററുമായി കണക്ട് ചെയ്യുക. അടുത്തതായി ഫ്രീക്വൻസി മോഡുലേറ്ററുമായി കണക്ട് ചെയ്ത് മോഡുലേഷനായി വോയിസ് ലിങ്ക് തയ്യാറാക്കാം. ഇതിനായി OFC ട്രെയിനർ കിറ്റിൽ ഓഡിയോ ഇൻപുട്ട് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് പോർട്ട് കണ്ടെത്തുക. അനുയോജ്യമായ ഒരു കേബിൾ ഉപയോഗിച്ച് ഓഡിയോ ഇൻപുട്ട് സർക്യൂട്ടിൽ നിന്ന് ഔട്ട്പുട്ട് സിഗ്നൽ എടുത്ത് ഫ്രീക്വൻസി മോഡുലേറ്ററിന്റെ ഇൻപുട്ട് പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. ട്രാൻസ്മിഷനായി തയ്യാറെടുക്കുക. ഇപ്പോൾ ഫ്രീക്വൻസി മോഡുലേറ്ററിന്റെ ഔട്ട്പുട്ട് എമിറ്റർ സർക്യൂട്ടിന്റെ ഇൻപുട്ടുമായി കണക്ട് ചെയ്യുക. ഈ ഔട്ട്പുട്ട് പോർട്ട് എമിറ്റർ സർക്യൂട്ടിന്റെ ഇൻപുട്ട് പോർട്ടുമായി കണക്ട് ചെയ്യുന്നതിന് അനുയോജ്യമായ ഒരു കേബിൾ ഉപയോഗിക്കുക. എമിറ്റർ സർക്യൂട്ടിന് അനലോഗ്, ഡിജിറ്റൽ മോഡുകൾ ഉൾപ്പെടെ വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് മോഡുകൾ ഉണ്ടായിരിക്കാം. ഫൈബർ ഓപ്റ്റിക് കേബിളുകളിലൂടെയുള്ള ട്രാൻസ്മിഷന് എമിറ്റർ സർക്യൂട്ട് ഡിജിറ്റൽ മോഡിലേക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫൈബർ ഓപ്റ്റിക് കേബിളിന്റെ ഒരറ്റം എമിറ്റർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ടെർമിനലുമായി കണക്ട് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്തതായി ഫൈബർ ഓപ്റ്റിക് കേബിളിന്റെ മറ്റേ അറ്റം ഡിറ്റക്ടർ സർക്യൂട്ടിന്റെ ഇൻപുട്ടിലേക്ക് ഞങ്ങൾ ബന്ധിപ്പിക്കും. ഫൈബർ ഓപ്റ്റിക് കേബിളിന്റെ 2 അറ്റത്തും കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സുരക്ഷാ ടിപ്സ്: ഫൈബർ സ്ട്രാൻഡുകൾക്കോ കണക്ടറുകൾക്കോ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമാണ്. ഡിമോഡുലേഷൻ സെറ്റപ്പ്: ഡിറ്റക്ടർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കമ്പാരേറ്റർ സർക്യൂട്ടുകളുടെ ഇൻപുട്ടുമായി കണക്ട് ചെയ്യുക. കമ്പാരേറ്ററിന്റെ ഇൻപുട്ട് പോർട്ടുമായി പൊരുത്തപ്പെടുന്ന ഉചിതമായ കണക്ടറുകൾ ഉപയോഗിച്ച് കേബിളിന്റെ അറ്റം അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അടുത്തതായി ഫേസ് ലോക്ക്ഡ് ലൂപ്പ് ഡിറ്റക്ടറിന്റെ ഇൻപുട്ടിലേക്ക് ഞങ്ങൾ കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ടിനെ കണക്ട് ചെയ്യും. ഈ കണക്ഷൻ സ്ഥാപിക്കാൻ അനുയോജ്യമായ കേബിളുകളോ കണക്ടറുകളോ ഉപയോഗിക്കുക. സിഗ്നൽ പാത്ത് കമ്പാരേറ്ററിൽ നിന്ന് PLL ഡിറ്റക്ടറിലേക്ക് ഉള്ളതാണെന്ന് ഉറപ്പാക്കുക. ഡിമോഡുലേറ്റഡ് സിഗ്നൽ നിരീക്ഷിക്കുക. അടുത്തതായി PLL ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് ലോ പാസ് ഫിൽട്ടർ സർക്യൂട്ടിന്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ലോ പാസ് ഫിൽട്ടർ സർക്യൂട്ട് ഡിമോഡുലേറ്റ് ചെയ്ത സിഗ്നലിലുള്ള ഹൈ ഫ്രീക്വൻസി നോയിസ് അല്ലെങ്കിൽ ഇന്റർഫിയറൻസ് നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തതായി നിരീക്ഷണത്തിന് അനുയോജ്യമായ ഒരു ആംപ്ലിറ്റ്യൂഡ് കൈവരിക്കുന്നതിന് ഫിൽട്ടർ ചെയ്ത സിഗ്നൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി അനുയോജ്യമായ കേബിളുകൾ അല്ലെങ്കിൽ കണക്ടറുകൾ ഉപയോഗിച്ച് ആംപ്ലിഫയർ സർക്യൂട്ടിന്റെ ഇൻപുട്ടിലേക്ക് ലോ പാസ് ഫിൽട്ടർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുക. ഒറിജിനൽ സിഗ്നൽ വീണ്ടെടുക്കുന്നു.
ഇപ്പോൾ അനുയോജ്യമായ കേബിൾ ഉപയോഗിച്ച് ആംപ്ലിഫയർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഓഡിയോ ഔട്ട്പുട്ട് സർക്യൂട്ടിന്റെ ഇൻപുട്ടുമായി കണക്ട് ചെയ്യുക. ഡീമോഡുലേറ്റ് ചെയ്ത സിഗ്നൽ ശ്രദ്ധിക്കുക. ഡീമോഡുലേറ്റ് ചെയ്ത വോയിസ് ലിങ്ക് കേൾക്കാൻ ഹെഡ്ഫോണുകളെ ഓഡിയോ ഔട്ട്പുട്ട് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യണം. ഹെഡ്ഫോണുകളില്ലാതെ ഇൻബിൽറ്റ് സ്പീക്കർ ഉപയോഗിച്ച് ഓഡിയോ ഔട്ട്പുട്ട് സർക്യൂട്ട് ബ്ലോക്കിൽ നിന്ന് നമുക്ക് വോയിസ് ലിങ്ക് നേരിട്ട് കേൾക്കാനാകും. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് ഫ്രീക്വൻസി മോഡുലേഷനും ഡീമോഡുലേഷനും വിശദീകരിക്കാൻ വോയിസ് ലിങ്ക് വഴി OFC ട്രെയിനർ കിറ്റ് ഉപയോഗിച്ച് ഫ്രീക്വൻസി മോഡുലേഷനും ഡീമോഡുലേഷനും പ്രായോഗികമായി ആവിഷ്കരിക്കാൻ. വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.